ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഓർത്തതിന് ശേഷം മുന്നോട്ടേക്ക് കാണുക. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ചുള്ള ആ ഒരു മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സിക്സ് ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, Page of Cups, the Sun energy, 7 of Wands, the Chariot, the Empress, Judgment, 8 of Wands, 8 of Swords, 9 of Wands, 9 of Swords, 5 of Swords, Knight of Pentacles, 2 of Cups, Knight of Cups, 6 of Swords, Death and Rebirth. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് എനർജി ആണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി, അവരുടെ ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് എനർജി ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും ഇപ്പൊ ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് അവർക്ക് ഭയങ്കരമായ ഒരു ലോൺലിനെസ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്. അവർ നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങളോട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ അവർക്ക് മനസ്സുകൊണ്ട് അതിൽ ഒരുപാട് പശ്ചാത്താപം തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പൊ ഒരുപാട് ദൂരത്തിലായി പോയോ എന്നൊരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. എങ്കിൽ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഇവർ കൺട്രോൾ ചെയ്തുകൊണ്ട് എല്ലാ രീതിക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. എത്രത്തോളം ദൂരത്താണ് നിങ്ങൾ ഇവരിൽ നിന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു ദൂരം എത്രയും വേഗം കുറക്കണമെന്നും ആ ഒരു അകൽച്ച കുറച്ച് അടുപ്പത്തിലേക്ക് എത്തിക്കണമെന്നുമാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഓർക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ എനർജീനെ ആ ഒരു ടെലിപ്പതി കണക്ഷനിലൂടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ കയറി വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻസ്, ഈവൻ ഒരു സോങ് ആയിരിക്കാം, ചിലപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂവി ആയിരിക്കാം, ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് വരിക.
അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളെ ഭയങ്കര ഡീപ്പ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവരുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മനസ്സുകൊണ്ട് മാപ്പപേക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് എന്ന് പറയാം. അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ കാഠിന്യം, അതിന്റെ ഒരു തീവ്രത അത് എത്രത്തോളമാണ് എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് മറ്റു പല സന്തോഷങ്ങൾ തേടിയിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് ആ ഒരു നിമിഷത്തിന്റെ ആ ഒരു ദൗർബല്യത്തിൽ മറ്റു പല സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഒരു കരിയർ ഫേസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തികളിലേക്കോ ഇനി അല്ല സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം. എന്തായാലും നിങ്ങളെക്കാൾ കൂടുതൽ ഒരു വാല്യൂ കൊടുത്ത് മറ്റൊരു സന്തോഷത്തിന്റെ പുറകെ പോയവരാണ്. എന്നാൽ അതൊന്നും യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷമല്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു ലോങ് ടേം ആയിട്ടുള്ളതല്ല എന്നുള്ളത് റിയലൈസ് ചെയ്യുകയാണ്, മനസ്സിലാക്കുകയാണ്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും എല്ലാ സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ എവിടെയാണോ പോയത് ആ ഒരു സ്ഥലത്ത് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ്. യഥാർത്ഥമായ അവരുടെ ലൈഫ് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്കൊരു യാത്ര മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചു കൂട്ടി വേദനിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ അവരുടെ ഇമോഷൻസ്, അവരനുഭവിക്കുന്ന വേദനകൾ ആയിക്കൊള്ളട്ടെ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു റൊമാൻസ്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ആ ഒരു ഫീലിങ്സ്, അതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ സ്വന്തം മനസ്സ് പറയുന്ന അനുസരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഒരു റീബർത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ 5 ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും 9 ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ആഴത്തിൽ ചിന്തിച്ചു കൂട്ടി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു നിമിഷങ്ങളിൽ അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളെപ്പറ്റി തന്നെയുള്ള ചിന്തകളാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും അതിപ്പോ ഒരു വാക്കുകളിലൂടെ ആണെന്നുണ്ടെങ്കിൽ പോലും അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ വഴക്കുകൾ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അവരുടെ ഒരു തെറ്റുകൾ തിരുത്താൻ പറഞ്ഞപ്പോൾ അവരത് തിരുത്തിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും അവരുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ എന്നൊരു തോട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വലിയ വാല്യൂ ഒന്നും കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു ചെറിയ ഗൈഡൻസ് പോലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ രീതിക്കും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം തന്നെ ആയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനോ ആനന്ദിക്കാനോ അവർ ആ ഒരു ടൈം യൂസ് ചെയ്തില്ല. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു നിമിഷങ്ങളെ ഓർത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വേദനിക്കുക അല്ലെങ്കിൽ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നത്. ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീതി എന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വരണം. നീതിയിലൂടെ ഇവർ പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഹാപ്പിനെസ് ആണ്. കാരണം ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. കരിയറിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നവരായിരിക്കാം. ജോലിയാണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇവർക്ക് ആ ഒരു സന്തോഷം ഇവർക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ രീതിക്കും നിങ്ങളെ അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും തയ്യാറെടുത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേൾക്കാനോ ഒന്നിനും തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും എഫേർട്ട് എടുക്കണം. അതൊരു ചെറിയ രീതിക്കാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കാതെ സ്വന്തം മനസ്സനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സൺ പാസ്റ്റിലേക്ക് നോക്കി ചില കാര്യങ്ങളെ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ, ഒരുപാട് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവർക്കൊരു ഭയമുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും അതുപോലെ തള്ളിക്കളയുകയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ
അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഓർത്തിട്ടും അവർക്ക് ഭയമുണ്ട്. പക്ഷെ എത്രത്തോളം ഭയം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഭയത്തിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണം. നിങ്ങളെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരിപ്പോ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റുന്ന ഒരു എനർജിയാണിത്. 8 ഓഫ് wands ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് എനർജിയാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഇതൊരു യാത്രയുടെയും കൂടെ എനർജി ഇവിടെ കിട്ടുന്നത്. നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. അതുപോലെ നിങ്ങളിപ്പോ ഒരു ലോങ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോ. അപ്പൊ നിങ്ങൾ നേരിട്ട് കാണണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അവർ ആ ഒരു ചിന്തകളൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലാതെ ഒന്ന് നേരിട്ട് നിങ്ങളെ കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് എല്ലാ രീതിക്കും നേരിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാമായിരുന്നു. അതിപ്പോ ഒരു ഫോർഗീവ്നെസ് ആണെങ്കിൽ പോലും മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം എന്താണ് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ എന്നുള്ളത്. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഒരു പാസ്റ്റിലേക്കാണ് നിൽക്കുന്നത്. നൊസ്റ്റാൾജിയ എനർജിയാണത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, ഒരുമിച്ച് യാത്ര ചെയ്തത്, ഫുഡ് കഴിച്ചത്, നിങ്ങൾ സംസാരിച്ചത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഈവൻ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സ്വാർത്ഥതകൾ എല്ലാം ഇവർ ഓർക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവർ അതെല്ലാം വലിയൊരു ഭാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബർഡൻ ആയിട്ട് കണ്ട് അവർക്ക് അതൊക്കെ ഒട്ടും സ്ട്രെസ് ആയിട്ട് ഒട്ടും പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരതൊക്കെ മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണ്. അവർ ആരോടും ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ സ്വയം എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു സമയം അവരെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരില്ലായിരിക്കും. അതുപോലെ ഇവരുടെ സ്വാർത്ഥമായ ചിന്താഗതികളും കാര്യങ്ങളും തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബന്ധത്തെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് എന്നും ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ സ്വാർത്ഥമായ പല താല്പര്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് ഇപ്പൊ ഇവര് മാത്രമായിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലല്ലോ എന്നൊരു ചിന്തകൾ. മറ്റുള്ളവരെല്ലാവരും സന്തോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊരു ഹാപ്പിനെസ് നൽകുമായിരുന്നു. അവരായിട്ട് തന്നെയാണല്ലോ പൂർണ്ണമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു അവഗണന തന്നു പോയവരാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് ഇവർക്ക്. ഇവിടെ ഈ ഒരു പേഴ്സൺ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വീണ്ടും ബന്ധത്തിനെ നിലനിർത്തണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അവരായിട്ട് തട്ടുമാറ്റിയ ആ ഒരു സ്നേഹത്തെ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വളരെയധികം ആഴത്തിലുള്ള ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് വന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ നിരന്തരമായിട്ട് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് വരുന്നത്. ഇവര് സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു വിശ്വാസം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇവർ ഈ ഒരു രീതിക്കൊന്നും ചിന്തിക്കാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു രീതിക്കൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഹേർട്ട് ചക്ര എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വൈകാരികപരമായിട്ട് വളരെയധികം ഒരു എനർജി ഇവരിലേക്ക് വരുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു വൈകാരികപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെന്റിമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവര്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരാനും നിങ്ങളുടെ ബന്ധത്തെ എല്ലാ രീതിക്കും സക്സസ് ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മാനിഫെസ്റ്റേഷൻ എനർജി വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് എഗെയിൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു രീതിയിലും പ്രവർത്തിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടു പോകരുത്. ഓൾറെഡി നിങ്ങൾ തമ്മിൽ വലിയ രീതിക്ക് ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ എന്നും വേണമെന്ന് ഇപ്പൊ അവര് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ കാണുന്നത്. അത്രത്തോളം മിസ് ചെയ്യുമ്പോഴേക്കും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ വളരെയധികം മാനസികപരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ ചാരിറ്റി എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്തു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ മറ്റുള്ളവരെ അറിയിക്കാതെയാണ് അവർ ചെയ്യുന്നത്. സ്വന്തം ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടാണ് ഇവർ എഫേർട്ട് എടുക്കുന്നത്. ഇതുവരെ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിന്റെയും കീ. പക്ഷെ അവർ മനഃപൂർവ്വമാണ് അത് ചെയ്യാതിരുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇനി ആരെയും ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അതിപ്പോ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നല്ല ഫ്രണ്ട്സോ ചീത്ത ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആരെയും അറിയിക്കേണ്ട, സ്വന്തമായിട്ട് തന്നെ ചെയ്താൽ മതി. അവർക്കായിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കാരണം അവരാണ് നിങ്ങളോട് നീതിയല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു നീതി തരിക എന്നുള്ളത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണ്. ന്യായപൂർവ്വം അല്ലെങ്കിൽ നീതിപൂർവ്വം നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്കൊരു നീതി നൽകി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക. എന്തിന്റെ പുറകെ ആണോ ഇവര് പോയത് ആ ഒരു കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് ചീത്ത ബന്ധങ്ങളിലേക്കൊക്കെ പോയവരാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങളാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളിലേക്കുള്ള യാത്രയാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആ ഒരു സമ്പത്ത് കാര്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞു. പക്ഷെ എങ്കിലും എല്ലാം നേടിയെങ്കിലും ഒരു കുറവ് അത് അവരവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ആ നേടിയ കാര്യങ്ങളെല്ലാം അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ വാല്യൂ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സന്തോഷമാണെന്നുണ്ടെങ്കിലും സമാധാനമാണെന്നുണ്ടെങ്കിലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കും. അവരുടെ 2 of cups വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിന്നുപോയ ആ ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും നിങ്ങളുടെ ബന്ധത്തിന് ഒരു പുതിയ തുടക്കം വേണം. പൂർണ്ണമായിട്ടും അവസാനിച്ചു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്നുള്ളത് ഇവർ ഈ ഒരു നിമിഷങ്ങളിൽ ചിന്തിക്കുകയാണ്. എങ്ങനെയാണോ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എഗെയിൻ കടന്നു വരാനും, അതിപ്പം ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലവർ ഒക്കെ തന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്തായിരിക്കാം അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മെസ്സേജ് വഴിയൊക്കെ ആയിരിക്കാം. പതുക്കെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ എത്തിയവരായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ആദ്യ ടൈമിൽ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത് അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വിഷമകരമായ സിറ്റുവേഷൻസ് അതെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുവരിക. അതിന്റെ ഫുൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്റെ കയ്യിലാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായിട്ടും നിന്നുപോയ ഒരു ബന്ധമാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിക്ക് ആയിരിക്കില്ല, നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് നാളുകൾ എന്നുള്ളതല്ല അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, മാനസികപരമായിട്ട് ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെ ആയിരിക്കാം ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വേണം, റിക്കവർ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഇതേ എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവരുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഹേർട്ട് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അത്രത്തോളം വേദനിക്കുന്നുണ്ട്. എങ്കിലും അവർ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ സൈലന്റ് ആയിട്ടാണ് അവർ ഈ ഒരു സമയം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. സൈലന്റ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, വളരെ സീക്രട്ടീവ് ആയിട്ട് ഓരോ സ്റ്റെപ്പുകളും അവർ എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവരോട് ഉണ്ടോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഒബ്സർവിങ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുക മാത്രമല്ല ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവർ വഴി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നത്. നിങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ ഇടയിലുള്ള അകൽച്ച എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാനുള്ള ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിന്റെ ടൈം എല്ലാം പൂർണ്ണമായിട്ടും അവസാനിക്കേണ്ട സമയമായി എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കുകയാണ്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു കണക്ഷൻ ഇവർക്ക് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. പാസ്റ്റ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോമയൊക്കെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അവർ വരുത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വഴക്കുകൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ
മാനസികപരമായിട്ടൊരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പാസ്റ്റിനെ പൂർണ്ണമായിട്ടും അവിടെ ലെറ്റ് ഗോ തന്നെ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു രീതിയിലും നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിനേക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു പാസ്റ്റ് ബാധിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അവർ മനഃപൂർവ്വം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് തേർഡ് സിറ്റുവേഷനിലേക്ക് പോയവരായിരിക്കില്ല. അവരുടെ ആ ഒരു സമയത്തെ ദൗർലഭ്യം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ചിന്തകൾക്ക് വന്നിരിക്കുന്ന ആ ഒരു പെട്ടെന്നുള്ള ചേഞ്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ, എന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്കൊക്കെ മാറി അങ്ങനെ പോയിരിക്കുന്ന വ്യക്തികളാണ്. എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. അത് പക്ഷെ അവർ കണ്ടില്ല എന്ന് നടിക്കുകയാണോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് ചിന്താശേഷി ഇല്ലാതെ പോയിരിക്കുന്നതാണോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവരുടെ ആണെന്നുണ്ടെങ്കിൽ മൈൻഡിൽ ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് കുറ്റബോധം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നതിൽ. ആത്മാർത്ഥമായിട്ട് തന്നെ അവർ അത് ഓർത്ത് വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു റീബർത്ത് ഇവർ ആഗ്രഹിക്കുന്നത്. റീബർത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുനർജീവിതമാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പെയിനുകളും അവസാനിച്ചതിന് ശേഷം നീതിപൂർവമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു വിജയം കൈവരിക്കാനാവണം. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു രീതിയിലും നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കാൻ പാടില്ല. അതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഇപ്പൊ തയ്യാറാണ്. അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ രീതിക്കും ഓക്കെ ആയിരുന്നു. ഇവരുടെ ലൈഫിൽ നിങ്ങളെ പോലൊരു പേഴ്സണെ ഇനി ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ രീതിക്കും ഓക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇവരെ മനസ്സിലാക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾ ഓക്കെ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതിപ്പോ മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണെന്നെങ്കിൽ പോലും ഈവൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പാട്ട് ആയിക്കൊള്ളട്ടെ, ഒരു യാത്ര ആയിക്കൊള്ളട്ടെ, എല്ലാം നിങ്ങൾക്ക് ഒരേപോലെയുള്ള ഫീലിങ്സ് ആണ്. ആ ഒരു കാര്യത്തിലൊന്നും നിങ്ങൾക്ക് തമ്മിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും മാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതും, അതുപോലെ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും ഇവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നതായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു അപ്പോളജിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോർഗീവ്നെസ്സുമായിട്ട് എത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നു. ആ ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഇവർ മാനസികപരമായിട്ട് അറിഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നിങ്ങളെ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സുകൊണ്ട് ഓരോ നിമിഷവും അവർ പറയുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് തന്നെയാണ് അവർ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം ബന്ധത്തിനെ തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു നിമിഷങ്ങളിൽ പോലും അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഒരു നിമിഷം നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളുടെ വ്യക്തി അത് തിരിച്ചറിയും. എല്ലാ രീതിക്കും നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിക്കല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ചെറിയ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അവർക്ക് മിസ് ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയെ അവർ മനസ്സിലാക്കുന്ന ഒരു സമയം അവരുടെ ലൈഫിൽ അവർക്ക് വരാനായിട്ട് നിങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിനും കൂടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. 38 H എന്നൊരു ലെറ്റർ, ഏരീസ്, പൂരാടം, നവംബർ മന്ത്, ലിയോ സോഡിയാക് സൈൻ ആണ്, സെപ്റ്റംബർ, K എന്നൊരു ലെറ്റർ, N എന്നൊരു ലെറ്റർ, വയനാട്, 1990, 25, മൂലം, V എന്നൊരു ലെറ്റർ, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ, മെയ് മന്ത്, ചിത്തിര,
ലിബ്ര 28, കോട്ടയം ഡിസ്ട്രിക്റ്റ് 3 എന്നൊരു നമ്പർ 28 again വന്നിട്ടുണ്ട്. ഉത്രട്ടാതി 6 എന്നൊരു ലെറ്റർ, ജൂൺ മന്ത് 1986, 19, മെയ് മന്ത് again വന്നിട്ടുണ്ട്. എം എന്നൊരു ലെറ്റർ 37, അശ്വതി ലിബ്ര again വന്നിട്ടുണ്ട്. അശ്വതി again വന്നിട്ടുണ്ട്. ജാനുവരി മന്ത് പൈസസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് 30 days വന്നിട്ടുണ്ട്. ജൂലൈ മന്ത് കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രം ആണ് again വന്നിരിക്കുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ക്ലൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരിട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.